ഹായ് ഹലോ. റോയൽ എൻഫീൽഡ് പ്രേമികളുടെ വികാരമല്ലേ നമ്മുടെ സ്വന്തം ബുള്ളറ്റ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ നിരത്തുകൾ വാണിരുന്ന പഴയ ബുള്ളറ്റ് 350യും കഴിഞ്ഞ വർഷം വിപണിയിലെത്തിയ ഏറ്റവും പുതിയ ജെ സീരീസ് എഞ്ചിനുള്ള ബുള്ളറ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പാരമ്പര്യമാണോ അതോ ആധുനികതയാണോ മികച്ചതെന്നുള്ള ചോദ്യമൊക്കെയാണ് മുഴച്ചു നിൽക്കുന്നത്. ഏകദേശം അല്പസമയം കൊണ്ട് ഈ രണ്ട് തലമുറകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ. ആദ്യം തന്നെ ഇവയുടെ ഹൃദയമായ എൻജിനിലേക്ക് വരാം. പഴയ മോഡലിൽ നമ്മൾ കണ്ടിരുന്നത് 346 cc സിംഗിൾ സിലിണ്ടർ UCE എഞ്ചിനായിരുന്നു, അതായത് യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ. ഇതിൻ്റെ പ്രത്യേകത ഇതിലെ പുഷ് റോഡ് മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആ പഴയ സിഗ്നേച്ചർ ശബ്ദം അല്ലെങ്കിൽ ആ തമ്പ് കൂടുതലായിരുന്നു. എന്നാൽ പുതിയ മോഡലിൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത് 349 cc ജെ സീരീസ് എഞ്ചിനാണ്. ഇതിൽ പഴയ പുഷ് റോഡിന് പകരം SOHC അല്ലെങ്കിൽ സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ എൻജിൻ 20.2 bhp കരുത്തും 27 Nm ടോർക്കും നൽകുന്നു. പഴയതിനേക്കാൾ ഏകദേശം 1 bhp കരുത്ത് ഇതിന് കൂടുതലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഏറ്റവും വലിയ മാറ്റം ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. പുതിയ വാഹനത്തിൻ്റെ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. വൈബ്രേഷനും റൈഡ് ക്വാളിറ്റിയും പഴയ ബുള്ളറ്റുകളുടെ പ്രധാന വെല്ലുവിളി തന്നെയായിരുന്നു. ഉയർന്ന വേഗതയിലെ വൈബ്രേഷനായിരുന്നു പ്രധാനമായും പ്രശ്നമായിരുന്നത്. 80 കിലോമീറ്ററിന് മുകളിൽ പോകുമ്പോൾ ഹാൻഡിൽ ബാറിലും മിററുകളിലും ശക്തമായ വിറയൽ അനുഭവപ്പെടുമായിരുന്നു. ഞാനിത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. കാരണം 2016 മുതൽ ഞാൻ ക്ലാസിക് 350 ഉപയോഗിച്ചിരുന്നു. അതിൽ ഇത് വ്യക്തമായി നമുക്ക് ക്ലിയറായി മനസ്സിലാകുമായിരുന്നു. ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് അരോചകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പുതിയ ജെ സീരീസിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായും 99% അല്ലെങ്കിൽ ഒരു 90% പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എഞ്ചിനുള്ളിലെ പ്രൈമറി ബാലൻസർ ഷാഫ്റ്റ് വൈബ്രേഷനെ വലിയ രീതിയിൽ കുറയ്ക്കുന്നു എന്ന് വേണം പറയാൻ. 100 കിലോമീറ്റർ വേഗതയിൽ പോലും വളരെ സ്മൂത്തായി പുതിയ ബുള്ളറ്റ് ഓടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാവുന്ന കാര്യം. റൈഡിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ പുതിയ മോഡൽ വളരെ മുന്നിലുമാണ്. ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെയും പറ്റി പറയുകയാണെങ്കിൽ കാഴ്ചയിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ബുള്ളറ്റിൻ്റെ ആ ഐക്കണിക് രൂപം പുതിയ മോഡലിലും നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഫിനിഷിങ്ങിലെ മാറ്റം നമുക്ക് വ്യക്തമായി മനസ്സിലാകും. പഴയ മോഡലിൽ ഒറ്റ ഡൗൺ ട്യൂബ് ഫ്രെയിം ആയിരുന്നെങ്കിൽ പുതിയതിൽ ക്ലാസിക് 350ക്ക് സമാനമായ ട്വിൻ ഡൗൺ ട്യൂബ് സ്പെൻ ഫ്രെയിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളവുകളിലും ഉയർന്ന വേഗതയിലും ബൈക്കിന് കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്നു. അതേപോലെ തന്നെ സ്വിച്ച് ഗിയറുകൾ, ഹെഡ് ലാമ്പ്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നിവയെല്ലാം പുതിയതിൽ കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്നു എന്നുള്ളതും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പഴയ വണ്ടിയിലെ അനലോഗ് മീറ്ററിന് പകരം ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയും പുതിയതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും, പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ, ഈ പഴയ UCE മോഡലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആ പഴയ തനിമയാർന്ന തമ്പ് ശബ്ദം തന്നെ അല്ലേ, ലളിതമായ നിർമ്മാണവും എവിടെയും റിപ്പയർ ചെയ്യാമെന്ന സൗകര്യവും കിക്ക് സ്റ്റാർട്ട് സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പുതിയതിൽ ഈ കിക്ക് സ്റ്റാർട്ട് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പഴയതിലെ ദോഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിലോ, അമിതമായ വൈബ്രേഷൻ ആയിരുന്നു, ഈ റിലബിലിറ്റി കുറവ്, അതേപോലെ ചെറിയ പണികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ കൂടി. ഇനി പുതിയ ജെ സീരീസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മികച്ച സ്മൂത്ത്നെസ്സും വൈബ്രേഷൻ ഇല്ലായ്മയുമാണ് അല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ. മികച്ച ബ്രേക്കിങ്ങിന് ഡ്യുവൽ ചാനൽ ABS ഓപ്ഷൻ ഉണ്ട്. മെറ്റാലിക് ബ്ലാക്കിലെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ മാത്രമാണ് അത് ഇല്ലാത്തത്, സിംഗിൾ ചാനൽ ABS ഉള്ളത്. ഉയർന്ന വേഗതയിലും സുസ്ഥിരമായ യാത്ര പ്രദാനം ചെയ്യുന്നു എന്നതാണ്. ഈ പുതിയ ദോഷങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. പഴയ ആ ഒരു ദഗ്ധക് ശബ്ദം അല്പം കുറവാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഈ പാരമ്പര്യം ഇഷ്ടപ്പെടുന്നവർക്ക് കിക്ക് സ്റ്റാർട്ട് ഇല്ലാത്തത് ഒരു കുറവായി തോന്നാവുന്നതും ഒരു ചെറിയ ദോഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ചിലരൊക്കെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ബുള്ളറ്റ് പ്രേമിയും പഴയ ശബ്ദവും കിക്ക് സ്റ്റാർട്ടും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലേ, പഴയ മോഡൽ ഇന്നും ഒരു വികാരമായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ കൂടുതൽ ദൂരയാത്രകൾ ചെയ്യുന്ന വൈബ്രേഷൻ ഇല്ലാത്ത റിലയബിളായ ഒരു ആധുനിക ബുള്ളറ്റാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ജെ സീരീസ് തന്നെയാണ് മികച്ച ചോയ്സ്. അത് ഓടിച്ച് നോക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റൈഡിംഗ് അനുഭവം നിങ്ങൾക്ക് അനുഭവവേദ്യമാകൂ എന്ന് വേണം പറയാൻ. അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ ഈ പറയുന്ന പുതിയതും പഴയതും എന്നതല്ല, കാലത്തിനനുസരിച്ച് കോലം മാറുന്ന രൂപത്തിൽ റോയൽ എൻഫീൽഡും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തായാലും റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡ് ആധുനികതയിലേക്ക് മാറുമ്പോഴും ബുള്ളറ്റിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ ഈ ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.